നമസ്കാരം. ഇന്ത്യയും ഫിലിപ്പീൻസും പുതിയ ചുവടുകൾ താണ്ടുകയാണ്. ചൈന എന്ന പൊതുശത്രുവിനെ തുരത്താൻ ഇന്ത്യയുമായി കൂടുതൽ ശക്തമായ പ്രതിരോധ സഹകരണം തുടരുമെന്നാണ് ഫിലിപ്പീൻ പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയർ പറഞ്ഞത്. പ്രാദേശിക സുസ്ഥിരതയുടെ വാസ്തുവിദ്യയെ പിന്തുണയ്ക്കുന്ന തൂണുകൾ നിർമ്മിക്കുന്നതിനുള്ള സഹകരണ ശ്രമങ്ങൾ എന്ന നിലയിൽ ഇന്ത്യയെ പോലെയുള്ള സുഹൃത്തുക്കളുമായി തന്റെ സർക്കാർ കൂടുതൽ ശക്തമായ സഹകരണം തുടരുമെന്നാണ് ഫിലിപ്പീൻസ് പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നത്. അത് വെറുതെയല്ല. സമഗ്രമായ ദ്വീപസമൂഹ പ്രതിരോധ സങ്കല്പത്തിന് കീഴിൽ ഭരണഘടനാപരമായ കടമയിലൂടെയും നിയമപരമായ അവകാശത്തിലൂടെയും ജനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുകയും സ്വത്തുക്കൾ സംരക്ഷിക്കുകയും ചെയ്യേണ്ട മേഖലകളിലേക്ക് സേനയെ ഉയർത്താനുള്ള കഴിവ് തങ്ങൾ വികസിപ്പിക്കും. കൂടാതെ പ്രതിരോധശേഷി വളർത്തിയെടുക്കുമ്പോൾ തന്നെ നയതന്ത്രത്തിൽ നിക്ഷേപം തുടരുക എന്നാണ് വാർഷിക ഷാങ്ക്രി-ല ഡയലോഗിൽ മാർക്കോസ് പറഞ്ഞു വെക്കുന്നത്. ഫിലിപ്പീൻസ്, ദക്ഷിണ കൊറിയ, ഇന്ത്യ തുടങ്ങിയ സുഹൃത്തുക്കളുമായി കൂടുതൽ ശക്തമായ സഹകരണം പിന്തുടരുമെന്നും പ്രാദേശിക സ്ഥിരതയുടെ വാസ്തുവിദ്യയെ പിന്തുണയ്ക്കുന്ന തൂണുകളായി നിർമ്മിച്ച പ്രത്യേക താൽപര്യങ്ങൾ പങ്കിടുന്ന കുറച്ചു രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണപരമായ ശ്രമങ്ങൾ നടത്തുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ദക്ഷിണ ചൈന കടലിലെയും വിശാലതയിലെയും വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കത്തിന് അടിവരയിട്ടുകൊണ്ട് സമുദ്രമേഖലയിലും ആഗോള പൊതുമേഖലയിലുമുള്ള താൽപര്യം സംരക്ഷിക്കുന്നതിനുള്ള കഴിവുകൾ വളർത്തിയെടുക്കുമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. 2022 ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച $375 മില്യൺ കരാറിന്റെ ഭാഗമായിട്ട് ഏപ്രിലിൽ ഫിലിപ്പീൻസ് ഇന്ത്യയുടെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ ഏറ്റുവാങ്ങിയിരുന്നു. അത് വലിയ ശ്രദ്ധ നേടിയിരുന്നു. ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എയറോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡ് 2022 ജനുവരിയിലാണ് ഫിലിപ്പീൻസുമായി മിസൈൽ സംവിധാനം നൽകുന്നതിനുള്ള കരാർ ഒപ്പിട്ടത്. ഈ മേഖലയിലെ ചൈനയുടെ ആക്രമണാത്മക പ്രവർത്തനങ്ങൾക്കിടയിൽ ഇത്തരം ഇടപാടുകളും ഇനിയും പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഫിലിപ്പീൻസ് ഇന്ത്യയിൽ നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ വളർത്തിയെടുക്കാനുള്ള സാധ്യതകളെ നോക്കിക്കാണുകയാണ്. അത് വളരെ വിപുലമായി മുന്നോട്ട് പോകുകയാണെന്നാണ് നിരീക്ഷകർ പറയുന്നത്. അതേപോലെ തന്നെ ഇന്ത്യ ആസിയാൻ പതിവായി നാവിക അഭ്യാസങ്ങൾ നടത്തുകയും നാവിക കപ്പൽ സന്ദർശനങ്ങൾ ഓരോ അംഗരാജ്യത്തിന്റെയും സമുദ്രശേഷിയെക്കുറിച്ചുള്ള അറിവ് നേടുന്നതിനുള്ള മൊത്തം ധാരണയുടെ ഭാഗമാണെന്നും നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. ദക്ഷിണ ചൈന കടലുമായി ബന്ധപ്പെട്ട ചൈനയുമായുള്ള പിരിമുറുക്കങ്ങൾക്കിടയിൽ ഫിലിപ്പീൻസിന്റെ ദേശീയ പരമാധികാരം സംരക്ഷിക്കുന്നതിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അടുത്തിടെ ഉറച്ച പിന്തുണയാണ് അറിയിച്ചത്. ഫിലിപ്പീൻസും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം 2024 75-ാം വർഷത്തിലേക്ക് അടുക്കുകയാണ്. ഈ നാഴികക്കല്ല് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരിവർത്തന പങ്കാളിത്തത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. ദക്ഷിണ ചൈന കടൽ മേഖലയിലെ തർക്കം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ മാറി മറിയുകയാണ്. ദക്ഷിണ ചൈന കടലിന്റെ പ്രാധാന്യം നോക്കുകയാണെങ്കിൽ ദക്ഷിണ ചൈന കടൽ തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്നു. വടക്ക് ചൈനയും തായ്വാനും, പടിഞ്ഞാറ് ഇൻഡോ ചൈനീസ് പെനിൻസുല, വിയറ്റ്നാം, തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ എന്നിവയുൾപ്പെടെ. തെക്ക് ഇന്തോനേഷ്യ, ബ്രൂണൈ, ഫിലിപ്പീൻസ്, കിഴക്ക് പടിഞ്ഞാറൻ ഫിലിപ്പീൻ കടൽ എന്ന് വിളിക്കപ്പെടുന്നു. ഫിലിപ്പീൻസുമായുള്ള ലൂസോൺ കടലിടുക്ക്, തായ്വാൻ കടലിടുക്ക്, കിഴക്കൻ ചൈന കടൽ ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. ആഗോള ഷിപ്പിംഗിന്റെ 1/3 ദക്ഷിണ ചൈന കടലിലൂടെയാണ് കടന്നു പോകുന്നത്. ചൈനയുടെ സമുദ്ര വ്യാപാരത്തിന്റെ 64% ദക്ഷിണ ചൈന കടലിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ത്യയുടെ വ്യാപാരത്തിന്റെ 55% ദക്ഷിണ ചൈന കടലിലൂടെയും മലാക്ക കടലിലൂടെയുമാണ് കടന്നു പോകുന്നത്. ഇനി തർക്കത്തിലേക്ക് വരികയാണെങ്കിൽ ദ്വീപുകൾ, പാറക്കെട്ടുകൾ, അവയുടെ ചുറ്റുമുള്ള ജലം എന്നിവ പോലുള്ള ഭൂമിയുടെ സവിശേഷതകളെ കുറിച്ചുള്ള അവകാശവാദങ്ങൾ മത്സരിക്കുന്നതാണ് ദക്ഷിണ ചൈന കടൽ തർക്കത്തിന്റെ കാതൽ. ചൈന, ബ്രൂണൈ, തായ്വാൻ, ഫിലിപ്പീൻസ്, വിയറ്റ്നാം, മലേഷ്യ എന്നീ രാജ്യങ്ങളാണ് ഈ തർക്കങ്ങളിൽ ഉൾപ്പെട്ട കക്ഷികൾ. ചൈനയുടെ 9 ലൈൻ ക്ലെയിം കടലിന്റെ 90% വരെ ഉൾക്കൊള്ളുന്നുണ്ട്. ഇത് ദ്വീപുകൾ വികസിപ്പിക്കുകയും നിയന്ത്രണം ശക്തിപ്പെടുത്തുന്നതിനായിട്ട് സൈനിക ഇൻസ്റ്റലേഷനുകൾ നിർമ്മിക്കുകയും ചെയ്തതിനാൽ പിരിമുറുക്കത്തിലേക്ക് നയിക്കുന്നു. പ്രത്യേകിച്ച് പാരസൽ, സ്പ്രാറ്റ്ലി ദ്വീപുകൾ, പാരസൽ ദ്വീപുകൾ, പത്രാസ്, നത്തൂന ദ്വീപുകൾ, സ്കാർബറോ ഷോൾ എന്നിവയാണ് പ്രധാന പ്രദേശങ്ങൾ. എന്തായാലും ചൈനയുടെ അസംബന്ധങ്ങൾ അംഗീകരിച്ചു കൊടുക്കാനാകില്ല എന്ന നിലപാടിലാണ് ഫിലിപ്പീൻസ് ഇപ്പോൾ. അമേരിക്കയുമായുള്ള തങ്ങളുടെ സഖ്യവും ഓസ്ട്രേലിയ, ജപ്പാൻ, വിയറ്റ്നാം, ബ്രൂണൈ, മറ്റെല്ലാ ആസിയാൻ അംഗരാജ്യങ്ങളുമായുള്ള തങ്ങളുടെ തന്ത്രപരമായ പങ്കാളിത്തവും ശക്തിപ്പെടുത്തുമെന്നാണ് ഫിലിപ്പീൻസ് ഊന്നിപ്പറയുന്നത്. അതിന് പിന്നിലെ കാരണങ്ങൾ ചൈനയുടെ ഇത്തരം ശുദ്ധ അസംബന്ധങ്ങൾ തന്നെയാണ്. സെലബസ് കടലിൽ ഇന്തോനേഷ്യയുമായും മലേഷ്യയുമായും ഫിലിപ്പീൻസ് ത്രികക്ഷി സഹകരണം പിന്തുടരുന്നു എന്നതും അടിവരയിടേണ്ടതുണ്ട്.